സ്വയം ഭോഗം, അത് മതം വിരോധിച്ചതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മൽഊനാണ് എന്ന രീതിയിലുള്ള ഒരു ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. അതിലെന്താ നാകിഹുൻ യദഹു എന്നാണ് പ്രയോഗം. ഹദീസ് തുടങ്ങുന്നത് സബഅത്തുല്ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, 7 വിഭാഗം ആളുകൾ അള്ളാഹു അവരെ ഖിയാമത്ത് നാളിൽ തീരെ അനുഗ്രഹിക്കില്ല. വലാ യുസക്കീഹിം, അവർക്ക് യാതൊരുവിധ സംസ്കരണം ഉണ്ടാവില്ല, ചീഞ്ഞ് നാറി വൃത്തികെട്ടായിരിക്കും അവരുടെ അടുത്ത്. വലാ യജ്മഉഹും മഅൽ ആമിലീൻ, നല്ല മനുഷ്യരോടൊപ്പം അവർ ഒരിക്കലും സമ്മേളിക്കുകയുമില്ല. ആദ്യം പ്രവേശിക്കുന്ന നരകക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ നരകത്തിലേക്ക് പ്രവേശിക്കും. ഇല്ലാ അൻ യതൂബു, അവർ തൗബ ചെയ്താലൊഴികെ. ഇത്ര സീരിയസ് ആയിട്ട് ആമുഖം പറഞ്ഞിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫമൻ താബ താബല്ലാഹു അലൈഹി, തൗബ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. അത് പൊതുവെ എല്ലാ തെറ്റുകളുടെയും ഒരു അനുബന്ധമാണ്. തൗബ ചെയ്ത് യഥാവിധി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ളത്. ഒന്നാമതായി പറയുന്നത് നാകിഹു യദിഹി എന്നാണ്. അവന്റെ കയ്യിനെ ഭാര്യയാക്കിയവൻ, അവന്റെ കയ്യിനെ ഭാര്യയാക്കിയവൻ. ഇത് കൈകൊണ്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. ഹലാലായ ഭാര്യയിൽ നിന്നല്ലാതെ സെക്സ് സംതൃപ്തി നേടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇസ്തിംനാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ്. അപ്പൊ ടോയ്സും ടൂൾസും ഒക്കെ വിരുദ്ധമാകും.